വേദനകളും അസുഖങ്ങളും നിറഞ്ഞ ജീവിതത്തിലെ കഥയ്ക്ക് ചാരുത നൽകിയ ചെറുകഥ VIS-ൻ്റെ താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന കഥയാണ് നമുക്ക് പഠിക്കാനുള്ളത്. സുഹൃത്ബന്ധത്തിൻ്റെ ആഴത്തെ മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണ്. സൗഹൃദം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അല്ലേ? ആ സൗഹൃദത്തെ അതിൻ്റെ ആഴത്തിലും നിഷ്കളങ്കമായ രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കാലഘട്ടം സ്കൂൾ ജീവിതമാണ്. ആ സ്കൂൾ ജീവിതത്തിൽ കൂട്ടുകാരോടൊപ്പം ഉണ്ടാകുന്ന നമ്മുടെ നല്ല ഓർമ്മകളും കളിചിരികളും തമാശകളും ചെറിയ ചെറിയ പിണക്കങ്ങളും അതെല്ലാം സ്കൂൾ ജീവിതത്തിലെ ഏറ്റവും നിറമുള്ള ചിത്രങ്ങളാണ് എന്നുള്ളതിൽ തർക്കമില്ല. നല്ല സുഹൃത്ത് ബന്ധം ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ വലിയ കാര്യമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ എന്നതിനപ്പുറത്തേക്ക് ആഴത്തിൽ മനസ്സിലാക്കുന്ന, ആഴത്തിൽ ഉൾക്കൊള്ളുന്ന, വലിയ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന വലിയ ആഴമുള്ള ചങ്ങാതിമാർ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ല ചങ്ങാതിമാർ തന്നെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവട്ടെ എല്ലാവർക്കും. ഒത്തിരി ചങ്ങാതിമാർ എന്നതിനപ്പുറത്തേക്ക് നമ്മളെ അറിയുന്ന നല്ല സുഹൃത്തുക്കൾക്ക് വലിയ സ്ഥാനം നൽകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഈ പാഠഭാഗം ക്ലസ്റ്ററിന് ഒരു ദൃശ്യാവിഷ്കാരമായിട്ട് അവതരിപ്പിക്കാൻ പറഞ്ഞിരുന്നു. അന്ന് കൂടെ ഉണ്ടായിരുന്ന അധ്യാപിക സുസ്മിത ടീച്ചറെ ഞാൻ ഓർക്കുന്നു. അഭിനയിക്കാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്നെങ്കിലും പെട്ടെന്ന് നീലകണ്ഠൻ്റെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തിയൊരു കഥാപാത്രം. കാണികളെയും കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരെല്ലാം ഞെട്ടിപ്പിച്ച ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗം അന്നത്തെ ക്ലസ്റ്റർ ഓർമ്മകളിലേക്ക്, അധ്യാപക സംഗമത്തിലെ തമാശകളും ഓർമ്മകളൊക്കെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. ടീച്ചറെയും അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും മനസ്സിൽ വിചാരിക്കുന്നു. എല്ലാ കുട്ടികൾക്കും ഇത്തരത്തിൽ നല്ല സുഹൃത്ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാക്കി കൊടുക്കാനും നല്ല സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കാനും ഈ പാഠം അല്ലെങ്കിൽ കഥ നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് 8ാം ക്ലാസ്സിലെ മലയാളം 1-ലെ രണ്ടാമത്തെ പാഠഭാഗം താളുകൾക്കിടയിൽ ഒരു മയിൽപ്പീലി എന്ന പാഠഭാഗം പഠിക്കാമെന്നല്ല, ആസ്വദിക്കാം. കഥ അനുഭവിക്കുക, ആസ്വദിക്കുക. അത് നമ്മുടെ മനസ്സിൽ ഉറപ്പായിട്ടും അത് പഠിക്കാതെ തന്നെ ഒരിടം പിടിച്ചിട്ടുണ്ടാവും. അതുപോലൊരു കഥ തന്നെയാണ്. അടുത്ത ദിവസം ആ വീഡിയോയ്ക്കായി കാത്തിരിക്കുക. കാണാം, ആസ്വദിക്കാം, പഠിക്കാം. ഈ ചാനലിന് മലയാളം എന്ന ചാനലിന് 700-ലധികം ആളുകളുടെ പിന്തുണയുണ്ടെന്ന് ഞാൻ ഇന്നറിഞ്ഞു. വരും ദിവസങ്ങളിൽ അതിലും കൂടുതലുണ്ടാവട്ടെ. ഈ 700 പേരിൽ നിന്ന് ഒത്തിരി ആളുകളിലേക്ക് ഈ മലയാളം ക്ലാസ്സും കഥകളുമൊക്കെ എത്തിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണം. നമുക്ക് വീണ്ടും വീഡിയോ ക്ലാസ്സുകളിൽ കാണാം. ബൈ.